ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിദ്യാസ് ബാഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അരി പുട്ടിന് നമുക്കൊന്ന് പൊടിച്ച് വറുത്തെടുക്കണം. ഇതെങ്ങനെയെന്ന് നോക്കാം. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്ക് ഒന്ന് നോക്കാം. നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി ഊറ്റി വയ്ക്കാം. അരിപ്പയിലോട്ട് നമുക്ക് ഊറ്റിയെടുക്കാം. അരി ഇനി നമുക്ക് ഇത് നന്നായിട്ട് വെള്ളം തോരാനായിട്ട് വെക്കാം. നമുക്കിത് നന്നായിട്ട് തോത്തിയെടുക്കണം. അത് പൊടിച്ച് നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കുകയാണ്. അപ്പം നമുക്കിത് നല്ലപോലെ വെള്ളം തോർന്ന് കിട്ടണം. അപ്പം അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അരി ഞാൻ ഊറ്റിയെടുത്തിരുന്നു. അത് വെള്ളം തോർന്നിട്ടുണ്ട്. അപ്പം ആ ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. നമുക്കിത് പൊടിച്ചെടുക്കാനേ. അപ്പം ഞാനിതൊരു 3/4 മണിക്കൂറാണ് ഞാൻ കോത്തെടുത്തത്. 3/4 മണിക്കൂർ 1 മണിക്കൂർ കോത്താലും കുഴപ്പമില്ല. അരി കോന്നെന്നും പറഞ്ഞുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഞാനിപ്പോൾ 3/4 മണിക്കൂർ ആയപ്പോൾ ഞാനിതെടുത്ത് കോത്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് പൊടിച്ച് നന്നായിട്ട് അരിച്ചെടുക്കണം. അപ്പം നമുക്കിതൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. അപ്പം ഞാൻ അരി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരിച്ചെടുക്കാം. നമുക്കിത് പുട്ടിനായാലും ഏതിന് വേണമെങ്കിലും നമുക്ക് ഇതേപോലെ നമുക്ക് അരി പൊടിച്ച് ഇതേപോലെ ആവിയിൽ വേവിച്ചെടുത്താൽ വറുക്കൻ പോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നന്നായിട്ട് ഒന്നുകൂടെ പൊടിക്കേണ്ടി കുറച്ചുകൂടെ ബാക്കിയുണ്ട് ഇതിൻ്റെ ബാലൻസ്. അപ്പം നമുക്കൊന്നുകൂടെ പൊടിച്ചെടുക്കാം. കുറച്ച് തരി കൂടെ ബാക്കിയുണ്ട്, അതുകൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ബാക്കിയും കൂടെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ നമുക്കിത് പാഴിപ്പോവില്ല. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് ഇങ്ങനെ കുതിർത്ത് നമുക്ക് എളുപ്പം റെഡിയാക്കാന്നുള്ളതേ ഉള്ളൂ. ഇതിന് വറക്കാനൊന്നും നിൽക്കണ്ട. നാളത്തെ പുട്ടിന് വേണ്ടിയുള്ള മാവാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പം ഞാൻ ഒരു ഇഡലി കൂട്ടത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതേപോലെ ഒരു തട്ട് വെച്ച് കൊടുക്കുക. അതിലേക്ക് അലക്കിയ തുണിയോ വാഴയിലയോ വെച്ച് കൊടുക്കുക. നമ്മളിപ്പോൾ അലക്കിയ തുണിയാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് മാവിട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇപ്പം അരിച്ചെടുത്ത മാവാണ് ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നത്. ഇത് പച്ച മാവായതുകൊണ്ട് നമുക്ക് ഇതൊന്ന് തട്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുത്താൽ മതി. ഒരുപാട് അങ്ങനെ ഗോതമ്പ് പോലെ നമ്മൾ അമർത്തണ്ട. ഇപ്പം ഇത്ര ഒന്ന് അമർത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ട് മൂടി വെക്കണം. പച്ച മാവ് കൊണ്ട് ഇതിൻ്റെ ആവി ഇതിലോട്ട് വീണാൽ മാവിൽ വെള്ളം പിടിക്കാം. അപ്പോൾ അതിന് നമ്മൾ വെള്ളം പിടിക്കാതിരിക്കാൻ ഇതേപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടപ്പ് വെച്ച് അടച്ചു കൊടുത്തു. ഇത് നമുക്ക് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 15 മിനിറ്റ് ഇത് നല്ല ആവിയിൽ വെന്ത് വരുമ്പോൾ നല്ല മാവെല്ലാം നല്ല വെന്ത് കിട്ടും. നമ്മൾക്ക് വറുക്കണ പാടേയില്ല. ഈസി ആയിട്ട് നമുക്ക് എളുപ്പം ചെയ്തെടുക്കാം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ അരിപ്പൊടി നമ്മളെ വീട്ടിൽ വറുത്ത പൊടിയില്ല, അല്ലെങ്കിൽ പച്ചരി വെള്ളത്തിൽ ഇട്ടില്ല. അപ്പം നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് നമ്മൾ 1 മണിക്കൂർ കൊണ്ട് ഇതെല്ലാം ചെയ്തെടുക്കാം. ഒറ്റ 1 മണിക്കൂർ മതി നമുക്കിത് കൊഴുത്ത് ഇതുപോലെ നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാൻ. അത് പുട്ടിനായാലും ഇടിയപ്പത്തിനായാലും വറുത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് കാര്യത്തിനായാലും ഇതേപോലെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഈസിയാണ്. അപ്പോൾ അടുത്തത് ഈ മാവ് വെന്തതിന് ശേഷം നമുക്ക് കാണിക്കാം. മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സ്റ്റവ് ഓഫ് ആക്കാം. നമുക്കിത് എടുക്കാം. ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഇതുപോലെ ചൂടോടെ തന്നെ നന്നായിട്ട് പൊടിച്ച് കൊടുക്കണം. അപ്പം അല്ലെങ്കിൽ തണുത്ത് പോയാൽ ഇത് കട്ടിയായിട്ടിരിക്കും. അപ്പം നമ്മൾ കൈയോടെ തന്നെ ചൂടോടെ തന്നെ ഇത് നന്നായിട്ട് പൊടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എളുപ്പം ജോലി തീർന്നു. ഇത്ര ജോലിയുള്ളൂ. നമ്മൾ ഇതിൻ്റെ കൂടെ നിന്ന് വറക്കണ്ട. ഇത് ഇളക്കി കൈ തളരണ്ട, ഒന്നുമില്ല. ഈസി ആയിട്ട് നമുക്ക് ഇത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നമുക്കിത് നന്നായിട്ട് തണുക്കാൻ വയ്ക്കാം. ഇനി നന്നായിട്ട് പൊടിച്ചു കഴിഞ്ഞു. അപ്പം നമുക്ക് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ജോലിയൊക്കെ ഉള്ളവർക്ക് പ്രത്യേകിച്ചും സമയം കിട്ടാറില്ല. അവർക്കിത് എളുപ്പ പണിയാണ്. എല്ലാവരും ഇത് ഉപേക്ഷ വിചാരിക്കരുത്, ട്രൈ ചെയ്യണം. നമുക്ക് ഏതിനും പുട്ടിനായാലും ഏതിനായാലും നമുക്ക് ഇതേപോലുള്ള നല്ല മാവ് കിട്ടും. തണുക്കുമ്പോൾ നല്ല ഇതായിട്ടിരിക്കും.
അപ്പം നമ്മുടെ മാവ് നന്നായിട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തണുക്കണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നന്ദി, നമസ്കാരം.